ഒന്നുമില്ലാതെ വരുമ്പോൾ അല്ലാഹു ചില പരീക്ഷണങ്ങളെ നിനക്ക് തന്നിട്ട് അല്ലാഹു നിന്നെ വല്ലാതെ വേദനിപ്പിക്കുകയാണ്, വിഷമിപ്പിക്കുകയാണ്, കണ്ണുനീര് കുടിപ്പിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ പാപങ്ങളെല്ലാം പുറത്തു തന്നിട്ടു അതിന് പകരമായിട്ട് അല്ലാഹു നിനക്ക് സ്വർഗ്ഗം തരുമെന്ന് മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കൂ. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് പടച്ചറപ്പ് കൊടുക്കുന്ന പരീക്ഷണങ്ങളെ കുറിച്ച് അല്ലാഹു തന്നെ ഖുർആൻ പറയുന്നുണ്ട്. അല്ലാഹു തന്നെ ഖുർആനിൽ പറയുന്നുണ്ട്, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് പടച്ചറപ്പ് കൊടുക്കുന്ന പരീക്ഷണം എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഖുർആൻ എടുത്തു നോക്കൂ. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് പടച്ചറപ്പ് കൊടുക്കുന്ന പരീക്ഷണങ്ങളെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ ഏത് പരീക്ഷണങ്ങളാണ് അല്ലാഹു തരുന്നത്? വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് കൊടുക്കുന്ന പരീക്ഷണങ്ങളെ കുറിച്ച് അവിടുന്ന് അല്ലാഹുവിന്റെ ഖുർആൻ എണ്ണി എണ്ണി പറയുകയാണ്. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്ന പരീക്ഷണങ്ങളുണ്ടല്ലോ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് എണ്ണി പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ, അല്ലാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്ത പ്രവാചകൻ മുത്തുനബിയാണല്ലോ. അല്ലാഹുവേ, ജനിക്കുന്നതിന് മുമ്പേ വാപ്പ മരണപ്പെട്ടു, ഉമ്മാനെ കണ്ടു കൊതി തീരുന്നതിന് മുമ്പേ ഉമ്മയും പോയി, തനിക്ക് താങ്ങുമ തണലുമായി നിന്ന ഒരുപാട് പേരങ്ങ് പോയല്ലോ. ജീവിതത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകനെ വല്ലാതെ ഒറ്റപ്പെട്ടു പോയല്ലോ. എന്തിന്? വെറുപ്പുള്ളത് കൊണ്ടല്ല, സ്നേഹം കൂടിയത് കൊണ്ടാ. നിങ്ങൾ ചരിത്രമെടുത്തു നോക്കൂ. ഈ ചരിത്രങ്ങൾ കേട്ട് കഴിയുമ്പോ നമ്മൾ ഇവിടെ ഇരുന്ന് കൊണ്ട് പടച്ചവരോട് പറയുന്നു, അൽഹംദുലില്ലാഹ്, എനിക്കൊരു പ്രയാസവുമില്ല തമ്പുരാന്, എനിക്കൊരു പരാതിയുമില്ല അല്ലാ, ഞാൻ എത്രയോ വലിയ ഭാഗ്യവാനാണല്ലാ, ഞാൻ എത്രയോ വലിയ ഭാഗ്യവാനാണ്. ഇവിടെ ഇരുന്ന് കൊണ്ട് പടച്ചറപ്പിനെ നമ്മൾ സ്തുതിക്കുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുന്നു, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് പടച്ചറപ്പ് കൊടുക്കുന്ന ഒന്നാമത്തെ പരീക്ഷണം വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്. അല്ലാഹു ഭയം കൊടുത്ത് പരീക്ഷിക്കുകയാ, അല്ലാഹു ഭയം കൊടുത്ത് പരീക്ഷിക്കുകയാ. പടച്ചവനെ ജീവിക്കാൻ തന്നെ വല്ലാത്ത പേടിയാ. അല്ലാഹുവേ, പടച്ചവന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഭയന്ന് ജീവിച്ചിരുന്നത് ആരെന്നറിയുമോ? മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നല്ലോ. നമ്മളൊക്കെ എന്ത് ഭയമാ സഹോദരാ, ഞാനും നിങ്ങളും എന്ത് പീഡനങ്ങളാ അനുഭവിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ 10 വർഷക്കാലം അല്ലാഹുവിന്റെ പ്രവാചകന് സമാധാനത്തോടെ കിടന്നുറങ്ങിയിട്ടുണ്ടോ? പടച്ചവനെ, എവിടെ നോക്കിയാലും പീഡനങ്ങളാണ്, എവിടെ നോക്കിയാലും അക്രമങ്ങളാണ്. അവരാരും കൊല ചെയ്തതിന്റെ പേരിലല്ല, രാജ്യദ്രോഹം ചെയ്തതിന്റെ പേരിലല്ല, മോഷണം നടത്തിയതിന്റെ പേരിലല്ല, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ച ഒറ്റ കാരണത്തിന്റെ പേരില്, മുസ്ലിമായി പോയതിന്റെ പേരില് പട്ടിയെ തല്ലിച്ചതയ്ക്കുന്നത് പോലെ ചോദിക്കാനും പറയാനും ഒരാൾ പോലും ഇല്ലല്ലോ. എവിടെ നോക്കിയാലും മുസ്ലിമീങ്ങളെ ഇട്ട് തല്ലിച്ചതയ്ക്കുന്ന രംഗം എങ്ങനെ കണ്ടുകൊണ്ട് നടക്കുകയാ. ഒരാൾക്കും പ്രതികരിക്കാൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ പോലെ പടച്ചവരെ എത്രയോ പേടിച്ചിരുന്നു. ശത്രുക്കളെല്ലാവരും അല്ലാഹുവിന്റെ പ്രവാചകനെയാണ് നോട്ടമിട്ടിരുന്നത്. എങ്ങനെയും പ്രവാചകനെ വധിച്ചു കളയണമല്ലോ. നിങ്ങളുടെ ചരിത്രമെടുത്തു നോക്കൂ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ പീഡനങ്ങളെ സഹിക്കാൻ കഴിയാതെ ഓരോ സഹാബികൾ കടന്നു വന്നിട്ട് നിലവിളിക്കുന്നു, നബിയേ, സഹിക്കാൻ കഴിയുന്നില്ല നബിയേ, പീഡനങ്ങളാണ് നബിയേ. പ്രവാചകന്റെ മുന്നിലിട്ടാണ് സുമയ്യ റളിയല്ലാഹു തആല അൻഹ, അമ്മാർ റളിയല്ലാഹു
റളിയല്ലാഹു തആല അൻഹു, യാസിർ റളിയല്ലാഹു തആല അൻഹു, മുസ്ലിമിന്റെ ചരിത്രം അറിയുമല്ലോ, ബിലാൽ തങ്ങളുടെ ചരിത്രം അറിയുമല്ലോ, അബൂ ഹുറൈറയുടെ ചരിത്രം അറിയുമല്ലോ. ഒരു മനുഷ്യനും കണ്ട പരിചയം കാണിക്കാത്ത പരലോകമുണ്ടല്ലോ, മനുഷ്യന്മാര് സ്വാർത്ഥരായി പോകുന്ന പരലോകമുണ്ടല്ലോ. ആയിഷ ബീവിയോട് മുത്തുനബി പറഞ്ഞത്, ആയിഷ നിന്റെ മുന്നിലൂടെ ഞാൻ നടന്നു പോയാൽ നിനക്ക് രക്ഷമില്ല ആയിഷ, നിന്നെ ഒന്ന് സഹായിക്കാൻ കഴിയാത്ത സമയങ്ങളുണ്ട് ആയിഷ എന്ന മുത്തുനബി പോലും പറഞ്ഞു തന്ന ഭയാനകമായ പരലോകമുണ്ടല്ലോ. ആ പരലോകത്തിൽ നിനക്ക് പ്രയാസമില്ല, അവിടെ നിനക്ക് ടെൻഷനില്ല, അവിടെ നിനക്ക് അല്ലാഹു രക്ഷ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, നാലാമത്തെ പ്രതിഫലം എന്താ? ക്യാൻസർ വരുമ്പോ കരയുന്നവര്, കൈകാലൊടിയുമ്പോ കരയുന്നവര്, അല്ലാഹു എന്തെങ്കിലും ഒരു രോഗം തരുമ്പോ വരുന്നവരോട് മുഴുവനും പരാതി പറയുന്നവര്, അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാ, നാലാമത്തെ പ്രതിഫലം എന്ത്? അഞ്ചാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അഞ്ചാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? റസൂലുള്ളാഹ് പറയുകയാ, വഅബ്ശിറൂ ബിൽ ജന്നാ, സ്വർഗം കാണാനുള്ള ഭാഗ്യവാ, അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ അവകാശിയാ, നിനക്ക് സ്വർഗത്തിൽ അല്ലാഹു ഒരു സീറ്റ് തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പടച്ച റബ്ബ് നമുക്ക് എന്തെങ്കിലും ഒരു പരീക്ഷണം തന്നാൽ ആ പരീക്ഷണത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഒന്നാമത്തെ ഭാഗ്യം അല്ലാഹു നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. രണ്ട്, നമ്മുടെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ അല്ലാഹു പുറത്തു തന്നുകൊണ്ടിരിക്കുകയാ, നമ്മുടെ ദറജകൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. മൂന്ന്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് നിനക്ക് യാതൊരു ഭയവും വേണ്ട. നിന്റെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുന്നു. 2, 3 നിന്റെ ദറജകൾ അല്ലാഹു ഉയർത്തുന്നു. 4, നിനക്ക് അല്ലാഹുവിന്റെ പരലോകത്ത് യാതൊരു ഭയവും വേണ്ട. 5, നിനക്ക് അല്ലാഹു സ്വർഗം നൽകുമെന്ന് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. പക്ഷേ ഒരു ഷർത്തുണ്ട്, ഒരു ഷർത്തുണ്ട്, നല്ലതുപോലെ കേട്ടണം. ഈ ഷർത്തിലെ നമ്മളൊക്കെ തോറ്റുപോകുന്നത്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്ത് ചെയ്യാൻ പാടില്ല? സന്ദർശിക്കാൻ വരുന്നവരോട് എന്ത് പറയാൻ പാടില്ല? വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. രോഗം പിടിച്ചു കിടക്കണ ഒരാള് നമ്മളെ കാണാൻ ആരെങ്കിലും വരുമ്പോൾ നമ്മൾ എന്താ പറയാ? പരാതികൾ, ആവലാതികൾ, അല്ലേ? എനിക്ക് അല്ലാഹ് ഇങ്ങനെ തന്നല്ലോ, എനിക്ക് അങ്ങനെ തന്നല്ലോ. അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് വൈകുന്നേരം കുട ഉടയ്ക്കുന്നത് പോലെയാ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വരുന്നവരോടൊക്കെ പറയാ, എന്ത് പറ്റി എനിക്ക് ഇങ്ങനെ അല്ലാഹ് തരാൻ? ഞാൻ തഹജ്ജുദ് വരെ നിസ്കരിക്കുമായിരുന്നല്ലോ പടച്ചോനെ, പാപങ്ങൾക്കൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നല്ലോ, ഒരുപാട് സഹായിക്കുമായിരുന്നല്ലോ, പള്ളിക്കൊക്കെ വേണ്ടി എത്ര കൊടുത്തതാ ഞാൻ, എന്നിട്ട് അല്ലാഹ് എനിക്ക് എന്താ എന്നോട് ഇങ്ങനെ, ഇല്ലേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരിക്കലും നിങ്ങൾ അങ്ങനെ പരാതി പറയരുത്. ഉസ്താദന്മാരോടൊക്കെ 4 കാര്യങ്ങൾ മറച്ചു വെക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 4 കാര്യങ്ങൾ നിങ്ങൾ മറച്ചു വെക്ക്, അത് സ്വർഗത്തിന്റെ നിധിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് സ്വർഗത്തിന്റെ നിധിയാണ്. ഈ 4 കാര്യം ഒരു മനുഷ്യനോടും പറയാൻ പാടില്ല. അത് രഹസ്യമായി വെക്കേണ്ട കാര്യമാണ്, അത് പരസ്യപ്പെടുത്തേണ്ട കാര്യമല്ല. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, നിങ്ങൾ പരാതി പറയല്ലേ, നിങ്ങൾ ആവലാതി പറയല്ലേ. ഉസ്താദന്മാരോട് ദുആ ചെയ്യാൻ പറയുന്നതിൽ കുഴപ്പമില്ല, അത് രോഗം ശിഫയാകാനല്ലേ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബാ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹു ഏതെങ്കിലും ഒരു മനുഷ്യന് രോഗം കൊടുത്തു, എന്തെങ്കിലും ഒരു പ്രയാസം കൊടുത്തു, മഹാനായ പ്രവാചകൻ പറയുന്നു, ഇബ്തലൈതു അബ്ദുൽ മുഅ്മിനി വലം യുസ്കൂന ഇലൽ ഉവാദ്. തന്നെ സന്ദർശിക്കാൻ വരുന്നവരോട് ആവലാതി പറയാത്ത കാലത്തോളം അല്ലാഹു ആ മനുഷ്യന് 2 പ്രതിഫലം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, രോഗം പിടിച്ചു കിടക്കുന്ന ഒരു മനുഷ്യനെ കാണാൻ സന്ദർശകർ വരുമ്പോൾ അവരോട് ഒരു കാര്യം പറയാതിരിക്കുന്ന കാലത്തോളം 2 പ്രതിഫലം കിട്ടും. എന്ത് പറയുന്ന? ആവലാതി പറയാൻ പാടില്ല. അതങ്ങനെ വന്നു ഇങ്ങനെ വന്നു അതെനിക്ക് തന്നു, അങ്ങനല്ല, അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ. അതുകൊണ്ടാണ് മഹാന്മാര് പറയുന്നത്, ഒരു രോഗിയെ സന്ദർശിക്കാൻ പോയാൽ ഓൻ്റെ അടുത്ത് പോയിരുന്നിട്ട് മരണത്തെക്കുറിച്ച് പറയാൻ പാടില്ല. നമ്മളെന്ത് ചെയ്യാ? അടുത്തിരുന്നിട്ട് ഓതുക, യാസീൻ ഓതുക, സൂറത്ത് ദുഹാൻ ഓതുക, കാരണം തീരാറായില്ല. അതുകൊണ്ട് കുടുംബക്കാരൊക്കെ കാണാനുള്ളവരൊക്കെ വന്ന് കണ്ടോ, തീരാൻ സമയമായെന്ന് പറഞ്ഞ് വിളിച്ചു കൂട്ടുന്ന ടീമാ നമ്മൾ. ഇവിടെ സമയമാകുമ്പോ പോകും, അത് വേറെ, സമയമാകുമ്പോ പോകും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിങ്ങൾ ചിന്തിക്കണം. ഞാൻ 2 ദിവസം, ഇന്നലെയാണെന്ന് തോന്നുന്നു, ഇന്നലെ ഞാനിവിടെ ക്ലാസ്സിൽ പറഞ്ഞെന്ന് തോന്നുന്നു, ഞാൻ എൻ്റെ മകൻ്റെ കൂടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ വീട്ടിൽ പോയാൽ ഞാൻ പോകും. ആ വാപ്പായ്ക്ക് ക്യാൻസർ എങ്ങാണ്ടായിരുന്നു. അദ്ദേഹത്തിന് മകള് പറയാ, വാപ്പ റബീഉൽ അവ്വൽ മാസമായപ്പോ ചോദിച്ചു, മോളെ റബീഉൽ അവ്വൽ 12 എന്നാ വരുന്നത്? മകളോട് ചോദിക്കുക, റബീഉൽ അവ്വൽ 12 എന്നാ വരുന്നത്? അപ്പൊ ഇന്ന ദിവസം. അൽഹംദുലില്ലാ. റബീഉൽ അവ്വൽ ആയപ്പോഴേ മകളോട് പറഞ്ഞു, ഞാൻ റബീഉൽ അവ്വൽ പോകും കേട്ടാ. വലിയ ആലിമൊന്നുമല്ല മനുഷ്യൻ, ഒരു സാധാരണ ഒരു വാപ്പ മകളോട് പറഞ്ഞു കൊടുത്തു, മോളെ ഞാൻ റബീഉൽ അവ്വൽ പോകും കേട്ടാ. റബീഉൽ അവ്വൽ 12 എന്നാ മോളെ? ഇന്ന ദിവസം. അൽഹംദുലില്ലാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വരുന്ന ഒരു മുത്തല്ലിം പയ്യനുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, തൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാനും കണ്ട വരുന്നൊരു മുത്തല്ലിം പയ്യനുണ്ടായിരുന്നു. മക്കളെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, 5 സെന്റ് എഴുതി കൊടുത്തേക്കണം കേട്ടാ. അല്ലാഹു അലം. ഇവിടെ സ്വന്തം മക്കൾക്ക് കൊടുക്കണില്ല അല്ലേ, കൂടപ്പുറപ്പുകൾക്ക് കൊടുക്കണില്ല. ആ പിതാവ് എന്നാൽ ഒരുപാടുള്ള മനുഷ്യനൊന്നുമല്ല. തൻ്റെ മക്കളോട് വസീയത്ത് ചെയ്ത് 5 സെന്റ് ആ മുത്തല്ലിമിന് കൊടുത്തേക്കണം, എൻ്റെ വീട് വെച്ച് താമസിക്കാൻ വേണ്ടി. ആ മക്കൾ എഴുതി കൊടുത്തു. ഞാൻ ഇന്നലെ പോകുമ്പോൾ പറഞ്ഞു, മറ്റേ നീക്ക് പോക്ക് എന്താപ്പം ഇത് എന്താ കൊടുക്കത്തില്ലേ? ആ പോക്കരും എന്തെല്ലാം കണ്ട കൊടുത്തിരിക്കാന്ന്. ഉസ്താദെ എൻ്റെ അടുത്ത് ഇന്നലെ ചോദിച്ചു, ഉസ്താദെ നാളെ മറ്റന്നാളെ കിട്ടും, 40ൻ്റെ അന്ന് കൊടുത്താൽ പോരെ ഉസ്താദെ? പാപ്പാടെ 40ൻ്റെ അന്ന് കൊടുത്താൽ പോരെ. അള്ളാഹു ആ പിതാവിൻ്റെ മണ്ണർ അള്ളാഹു മണീറയാക്കി കൊടുക്കുമാറാകട്ടെ. വലിയ പണ്ഡിതനോ മഹാനോ സയ്യിദോ വലിയൊന്നും ആയിരുന്നില്ല, സാധാരണ 5 നേരം നിസ്കരിക്കുന്ന ഒരു പിതാവ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ അദ്ദേഹമൊക്കെ നേരത്തെ കാലത്തെ പറഞ്ഞിട്ട് പോവാ. നമ്മളാണെങ്കിലോ അടുത്ത് പോയിരുന്ന് യാസീന് ഓതിയിട്ട് തിരിയും കത്തിച്ച് വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ചുമ്മാ അവിടെ ഉറങ്ങണ മനുഷ്യൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുക ലാ ഇലാഹ ഇല്ലല്ലാഹ്, ചുമ്മാതെ. എന്നിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഈ അടുത്തിടെണ്ടായ ഒരു അനുഭവം. അള്ളാഹു അങ്ങനെ ഒരു ഗതികേടിനെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഡോക്ടർ പറഞ്ഞു കൊണ്ടുപോക്കോളെ. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നിട്ടിരിക്കുക. മക്കളെല്ലാരും കൂടെ വന്നു. എല്ലാരും വന്നിട്ട് കാണേണ്ടവരൊക്കെ വന്ന് കാണുന്നുണ്ട്. എല്ലാരും ഇരുന്ന് യാസീൻ ഓതലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറച്ചിലും. ഒരു ദിവസം കഴിഞ്ഞു, തീരുന്നില്ല. ഒരു ദിവസം കഴിഞ്ഞ് തീരുന്നില്ല. 2ാമത്തെ ദിവസമായി, തീരുന്നില്ല. 3ൻ്റെ അന്ന് പറയാം, ഞാൻ പോയിട്ട് വരാം, ഞാൻ വീട്ടിൽ പോവാ, തീരുമ്പോ വിളിച്ചാൽ മതി എന്ന്. ആരാ പറയട മക്കള്? ശരി തന്നെയല്ലേ? അവൻ 2 ദിവസമായിട്ട് ഇപ്പൊ തീരും എന്ന് പറഞ്ഞ് കാത്തു നടക്കാൻ മരിക്കാതെ വന്നപ്പോ പറയാ, കടയൊക്കെ അടച്ചിട്ടിട്ട് 2 ദിവസമായി, മക്കള് സ്കൂളിൽ പോകണം, മദ്രസയിലൊക്കെ പോകണം, ഇൻഷാ അല്ലാഹ് ഞാൻ പോവാ, തീരുമ്പോ വിളിച്ചാൽ മതി എന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പണ്ട് പള്ളിയിലും കണ്ട വെച്ചിട്ടൊരു ചെറുപ്പക്കാരൻ ഫോണിൽ കൂടെ പറയാം, ആരോ മരിച്ചു, വാപ്പായം കണ്ട മരിച്ച്. അപ്പൊ മയ്യത്തപ്പ കൊണ്ടുവരും, എത്ര മണിക്ക് കിടക്കും? അസർ നമസ്കാരത്തിന് സൈറ്റിൽ എത്തിച്ചേക്കുമെന്ന്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്താ പറഞ്ഞതറിയോ? ആരോടോ ഫോൺ വിളിച്ചോണ്ടിരിക്കുക. അപ്പോഴെ വാപ്പ ആരും മരിച്ചപ്പോ ചോദിച്ചു, എപ്പോഴാ കബറടക്കുന്നതെന്ന്. അസർ നമസ്കാരത്തിന് സൈറ്റിലെത്തും. എന്ത് സിമെന്റ്? എന്ത് വാപ്പാടെ മയ്യത്തെ? ഓൻ പറയണത് സൈറ്റിലെത്തും എന്നാ പറയണേ. ഇതാ അവസ്ഥ. ചിരിക്കൊന്നും വേണ്ട, നമ്മുടെ മക്കൾ എന്ത് പറയുമോ? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ.